നമ്മൾ സമ്പാദിച്ച നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് നമ്മൾ ചില ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ 100% പെനാൽറ്റി വരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ഈ 100% പെനാൽറ്റി ലഭിക്കുക. എങ്ങനെയാണ് പെനാൽറ്റി ലഭിക്കുക എന്നുള്ളതും എത്ര രൂപയാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് ആണ് നമ്മുടെ ഇൻകം ടാക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ന്യൂസുകളിലൂടെയൊക്കെ മറ്റും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ക്യാഷ് ഇടപാടുകളുടെ ലിമിറ്റിൽ എന്തെങ്കിലും മാറ്റം പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും. അത് നമുക്ക് ഈ വീഡിയോയുടെ പരിശോധിക്കാവുന്നതാണ്. 3 സിറ്റുവേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ സുഹൃത്തിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് കടം വാങ്ങുന്നു. ആ കടം വാങ്ങുന്നതിന്റെ ലിമിറ്റ് ഒരു വർഷം ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങാൻ കഴിയുന്നത് 20,000 രൂപയാണ്. ഒരു പ്രാവശ്യം വാങ്ങി തിരികെ കൊടുത്തു, വീണ്ടും വാങ്ങുന്നു, വീണ്ടും തിരികെ കൊടുക്കുന്നു, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും ടോട്ടലി 20,000 രൂപയെ ആകാൻ പാടുള്ളൂ. ഇതാണ് ലിമിറ്റ്. ഈ 20,000 രൂപ ക്രോസ് ചെയ്തു എന്ന് ഇൻകം ടാക്സിന് അറിയാൻ കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര രൂപയാണോ നിങ്ങൾ കടം വാങ്ങിയിരിക്കുന്നത് ആ എമൗണ്ടിന് തുല്യമായ എമൗണ്ട് നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. സാഹചര്യം, നിങ്ങൾ മറ്റൊരാളിൽ നിന്നും കടമായോ ലോണായോ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. അത് ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിച്ചതാവാം, ക്യാഷായി വാങ്ങിയതാവാം, ഏതുമായിക്കോട്ടെ, ആ ക്യാഷ് തിരികെ കൊടുക്കുന്നത് ഒരു വർഷത്തിൽ 20,000 രൂപയായിരിക്കണം. അതൊരു പർട്ടിക്കുലർ വ്യക്തിക്കാണ്, ഒരുപാട് ആളുകളുടെ അല്ല, ഞാൻ ഒരു വ്യക്തിയുടെ കേസാണ് പറയുന്നത്. ആ വ്യക്തിക്ക് മാക്സിമം കൊടുക്കാവുന്നത് 20,000 രൂപയാണ്. ആ 20,000 രൂപ ഇൻട്രസ്റ്റ് എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും ചേർന്നിട്ടുള്ള എമൗണ്ടാണ്. അതിന് മുകളിലുണ്ടെങ്കിൽ നമ്മളത് ബാങ്ക് വഴി തന്നെ കൊടുക്കേണ്ടി വരും. ഈ ഒരു ലിമിറ്റ് പാലിക്കാതെ നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് തിരികെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്തത് അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് പെനാൽറ്റിയായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഒരു വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നും ഒരു ദിവസം മാക്സിമം എത്ര രൂപ വരെ സ്വീകരിക്കാം എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നും സ്വീകരിക്കാവുന്ന മാക്സിമം എമൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോണോ ഡിപ്പോസിറ്റോ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ റീപേയ്മെന്റോ ഇതിൽ ഉൾപ്പെടുന്നതല്ല. ഇതല്ലാതെയുള്ള എമൗണ്ടുകളാണ്. നമ്മൾ ഒരു സെയിൽ നടത്തുകയാണ്, ഒരു വാഹനം സെയിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ള റെഗുലർ സെയിൽസ് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയിൽ കൂടുതൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന്റെ മുകളിലും പല ദിവസങ്ങളിലായും 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ സ്വീകരിക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലുള്ള 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് ഒരാൾ വാങ്ങി, ആ കാറിന്റെ എമൗണ്ടിൽ നിന്നും 2 ലക്ഷം രൂപയാണ് ക്യാഷ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് തരാൻ കഴിയുക. ബാലൻസ് 8 ലക്ഷം രൂപയും അയാൾ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടി വരും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇൻകം ടാക്സ് പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്ത് തരും. ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ 1 മുതൽ ഇൻകം ടാക്സിനെ റെഗുലേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ സെക്ഷൻസിന്റെ നമ്പേഴ്സ് ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ലിമിറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. 269 SS STT എന്നൊക്കെയായിരുന്നു സെക്ഷൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 180, 586, 87 അങ്ങനെയുള്ള രീതിയിൽ സെക്ഷൻ നമ്പറിംഗ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രൊവിഷൻസിലൊന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ സാധാരണക്കാരെയും ബാധിക്കുന്ന ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിന്ന് കമന്റ് ചെയ്യൂ. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി മുതൽ ഉണ്ടാകുന്നതായിരിക്കും. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.